വിളിക്കാം. ലോകമെമ്പാടും കർത്താവിൻ്റെ അന്ത്യാത്താഴത്തിൻ്റെ ഓർമ്മകളായി ഉറക്കിക്കൊണ്ട് നമ്മൾ വിശ്വാസ സമൂഹമായി കടന്നു വരുന്ന ഈ ആരാധനയിൽ നിങ്ങളോടൊത്ത് നിങ്ങൾക്കും ഒന്ന് പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കിയതിന് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 രാത്രികൾ നിങ്ങളോട് കൂടെയുള്ള കൂട്ടായ്മ ആചരിക്കുവാനും ദൈവം സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളോടുള്ള സ്നേഹം വ്യക്തമായി കാണിച്ചുകൊണ്ട് ഈ നിസ്തുല സ്നേഹത്തിൻ്റെ പ്രതീകമായ ക്രൂശിൻ്റെ അനുഭവങ്ങൾ വാസ്തവത്തിൽ നമ്മൾ അയവിറക്കുമ്പോൾ നാം എങ്ങനെ നിസ്സംഗതയോടെ ലാഘവത്തോടെ കഴിയാൻ സാധിക്കുമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാം. ഹൗ ക്യാൻ വി ബി ഇൻഡിഫറെന്റ് ടു വാട്ട് വി സീ ഓൺ ദ ക്രോസ്? ക്രൂശിൽ എനിക്കായി, നിങ്ങൾക്കായി പിടഞ്ഞ് മരിച്ചവർ, നമ്മെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി, നമ്മെ പാപത്തിൽ നിന്നുള്ള വിടുതലോടുകൂടെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ, ദൈവമക്കളാക്കി തീർക്കുവാൻ ആ രക്ഷകൻ ഇന്നും നമ്മളോട് സംസാരിക്കുന്നു, ഇടപെടുന്നു. ഈ പെസഹ വ്യാഴാഴ്ചയോടുള്ള ബന്ധത്തിൽ ചില വേദഭാഗങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. ദൈവപുത്രനായി ഈ ലോകത്തിൽ കർത്താവിൻ്റെ നിയോഗം നിർവഹിക്കുമ്പോൾ താൻ കാൽവരിയിലേക്ക് നടന്നടുക്കുവാൻ വാസ്തവത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ അതെന്ത് ചെയ്തു? യോഹന്നാന്റെ സുവിശേഷം നമ്മളിന്ന് വായിച്ചു കേട്ടത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അവിടെ വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ചു, ഒരു ചുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തുടങ്ങി. അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് ചുവർത്തുവാൻ തുടങ്ങി. ദൈവപുത്രൻ കാല് കഴുകുകയാണ്. കത്തോലിക്ക സഭയില് വിശുദ്ധ പിതാവായ പോപ്പ് ഈ മോണ്ടി തേഴ്സ്ഡേയിൽ പലരുടെ കാലുകൾ കഴിയുന്ന ഒരു ശുശ്രൂഷ വളരെ മൂവിങ് ആൻഡ് ടച്ചിങ് ആണ്. ഒരു സഭയുടെ അധ്യക്ഷനായി അവർ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഇടയ ശ്രേഷ്ഠൻ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പോപ്പനാണെങ്കിൽ പ്രായാധിക്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് മുത്തിൻ്റെ വിഷമങ്ങളുണ്ട്. എന്നാലും അദ്ദേഹം പോലും കുഞ്ഞിന് അനുകരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില സത്യങ്ങൾ? നമ്മുടെ ലോകത്തിൽ നമുക്ക് എല്ലാവർക്കും അധികാരത്തോട് മോഹമാണ്. There is this insatiable love for power. അധികാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം നമുക്ക് എവിടെയും കാണാം. എന്നാൽ ലോകരക്ഷിതാവായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു കാഴ്ചവെക്കുന്നത് സ്നേഹത്തിൻ്റെ അധികാരം, പവർ ഓഫ് ലവ്. ഇതിന് വലിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കാം. തന്നെ ഒറ്റിക്കൊടുക്കുവാനായി വന്നിരിക്കുന്ന തൻ്റെ ശിഷ്യൻ കൂടെ പങ്കെടുക്കുന്ന ഈ അത്താഴത്തിൽ ദൈവപുത്രൻ എല്ലാം അറിഞ്ഞുകൊണ്ട് വേദനയും കൂടെ കടന്നു പോകുന്ന നാളുകളിൽ താൻ തന്റെ ശിഷ്യരോടുകൂടെയുള്ള ആദ്യ അത്താഴത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടെ വായിക്കുന്നു, സകല അധികാരത്തിൻ്റെയും എല്ലാം വസ്ത്രങ്ങളെല്ലാം ഊരിവെച്ച് ഒരു ചുവർത്തെടുത്ത് അരയിൽ ചുറ്റിയ ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തുടങ്ങി. ഇത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇതാണ്, സ്നേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ട് ഈ മോണ്ടി തേഴ്സ്ഡേയുടെ ചിന്തകൾ ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്ന എന്താണ് ചിന്ത, 1-2 ചിന്തകൾ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കാം. താൻ സ്നേഹിച്ച ശിഷ്യന്മാരോട് കൂടിയുള്ള അന്ത്യ അത്താഴമാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് സപ്പർ എന്നിവിടെ നമ്മൾ വ്യക്തമാക്കുന്നു. ഇവിടെ സുവിശേഷത്തിൽ കർത്താവ് വളരെ വ്യക്തമായ
പറയുന്നു, അവനോട് ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോഴേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിക്കുന്ന വായിക്കുന്നത്. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുമ്പോഴും ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. I have eagerly desired to eat this Passover with you before I suffer. For I tell you, I will not eat it again until it finds fulfillment in the kingdom of God. എന്താണ് വാസ്തവത്തിൽ ഇവിടെ നിന്ന് നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കാവുന്ന ചിന്തകൾ? നമ്പർ 1, ഇറ്റ് ഈസ് എ മീൽ ഓഫ് മെമ്മറീസ്. വാസ്തവത്തിൽ പെസഹ ആചരണത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ഒരുപാട് പുസ്തകത്തിൽ 1-ാം പാഠഭാഗം നമ്മൾ വായിച്ചു. പെസഹ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. The Passover meal represents the journey from slavery to freedom. വിമോചനത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി ദൈവം അവരെ ഒരുക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ്. പെസഹ ആചരണത്തിൽ ഒരു കടന്നു പോക്കലുണ്ട്. ഈ സംഹാരദൂതൻ അവരെ കടന്നു പോകാനുള്ള കാരണം കട്ടതമേലുള്ള അവരുടെ രക്തമാണ്. അതുകൊണ്ട് there is actually a passing by of the evil one എന്നിവിടെ വ്യക്തമായി പറയുന്നുണ്ട്. സോ കടന്നു പോക്കലിന്റെ ആഘോഷവും അതിന്റെ ഓർമ്മയും ഇവിടെയുണ്ട്. പാപത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുനാഥൻ തന്റെ ജീവിതത്തിന്റെ കടന്നുപോകലിലൂടെ തന്റെ ജനനം, പീഠാനുഭവം, മരണം, ഉത്ഥാനം സംഭവങ്ങളിലൂടെ ഒരു പുതിയ കനാൻ ദേശത്തേക്ക്, വാഗ്ദത്തത്തിന്റെ നാടായ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക്, സ്വർഗീയ ജീവിതത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നു. We are now liberated from sin and we have become part of the people of freedom. ആശയ ഭാരതത്തിന്റെ ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടതാണ്. നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള ഒരു പ്രാർത്ഥന ഭാരതത്തിന്റെ ഭാരതത്തിന്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള പ്രാർത്ഥനയാണ്. അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കണമേ. നമസ്തോമാ ബോധത്തിനുമയാണ്. അതിനുശേഷമുള്ളത് അസത്തോമാ സത്യമയാണ്. അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണം. മൂന്നാമത്തെ പ്രാർത്ഥന ഭാരത മണ്ണിൽ നിന്ന് നൂറ്റാണ്ടുകളായി വരുന്ന പ്രാർത്ഥന മൃദം അസത്തോമാ സത്യമയ അമൃതം മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണമേ. ഇതിലെ ജീവന് വേണ്ടി ആഗ്രഹിക്കാത്തതായിരുന്നത് ജീവനെതിരായിട്ടുള്ള ശക്തികൾ വർദ്ധിച്ചു വരുന്ന ലോകത്തിൽ അത് പല നമ്മുടെ ജീവിതത്തിന്റെ ചില നിലപാടുകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ജീവിതചര്യകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ നിലപാടുകളിൽ, അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവനെതിരായിട്ടുള്ള ശക്തികളാണ് വാസ്തവത്തിൽ ഉയർന്നു വരുന്നത്, അല്ലെങ്കിൽ പ്രബലപ്പെട്ടു വരുന്നത്. ഈ അമൃത്യതയിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നമ്മളോടുകൂടെ പങ്കുചേരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മൃത്യുവുമാ അമൃതം ഗമയാണ്. നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഇതാ വിമോചനത്തിന്റെ ഓർമ്മകൾ നൽകുന്ന ഈ അന്ത്യത്താഴം വളരെ ശ്രദ്ധേയമാണ്. ആ അന്ത്യത്താഴത്തിൽ താൻ ഒരു പുതിയ അർത്ഥം നൽകുകയാണ്. ഈ പെസഹ പെരുന്നാളില് നമ്മൾ സാധാരണ വായിച്ചു കേൾക്കുന്ന പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവം ഇടപെട്ട് അടിമനാട്ടിൽ നിന്ന് അവരെ വീണ്ടെടുത്തതിനെ കുറിച്ചുള്ള ഓർമ്മയ്ക്ക് വേണ്ടി അവർക്ക് ചില ആചാരങ്ങളുണ്ട്. അതിനകത്ത് കയ്പ് ചീരയുണ്ട്, അങ്ങനെ പലത് എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പാസ്ഓവർ മീലിൽ ഇതിന് എല്ലാ വർഷവും ഈ പാസ്ഓവർ മീലിന്റെ സമയത്ത് പിതാവ് ഇതെന്തിനാണ് നമ്മളിങ്ങനെ ഒരു പാസ്ഓവർ മീൽ കഴിക്കുന്നതെന്ന് കുഞ്ഞുങ്ങളോട് പറയണമെന്നാണ്. There was a time when we were in bondage. നാം അടിമകളായിരുന്നു, സ്വാതന്ത്ര്യമില്ലാത്തവരായിരുന്നു. എന്നാൽ ദൈവം ഇടപെട്ടു, സംഹാര ദൂതൻ നമ്മെ കടന്നുപോയി. ദൈവത്തിന്റെ ഈ പ്രത്യേക നിർദ്ദേശപ്രകാരം because of the blood
ഓൺ ദ ഡോർ സ്റ്റോപ്സ് ഓൺ ദ ഡോർ. അതുകൊണ്ട് സംഹാരദൂതൻ കടന്നുപോയി നമ്മെ ദൈവം കാത്തു സൂക്ഷിച്ചു എന്ന് ഓർമ്മപ്പെടുത്തുന്ന പാസ്ഓവർ മീലിന് ഒരു പുതിയ അർത്ഥം കർത്താവായ യേശു തന്റെ അന്ത്യകാലത്തിലൂടെ നൽകുകയാണ്. സോ ഇറ്റ് ഈസ് എ മീനിങ് ഓഫ് മെമ്മറീസ്. ഞാൻ കഴിഞ്ഞ രാത്രി ഓർമ്മിച്ചതാണ് പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നാം ഓർക്കണം. നാം എങ്ങനെ ഇവിടെ എത്തി, എങ്ങനെ നാം ഇന്ന് ആയിരിക്കുന്നിടത്ത് എത്തി. How did you come to where you are today? ഓർമ്മകൾ കർത്താവായ യേശു തന്റെ ശിഷ്യരോടുകൂടെ പങ്കെടുക്കുമ്പോൾ ഈ ഓർമ്മകൾ അയവർത്തുകയാണ്. താൻ സ്നേഹിച്ച, താൻ രൂപപ്പെടുത്തിയ ഈ ശിഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായി താൻ ഒരുമിച്ച് വളരെ ആഗ്രഹത്തോടുകൂടെ ഉള്ള ഒരു അന്ത്യത്താണ് ഈ പെസഹ പെരുന്നാളിനെ അനുസ്മരിപ്പിക്കുന്ന ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് ഒരു പുതിയ അർത്ഥവും ഭാവവും നൽകുന്നു. വിമോചനത്തിൻ്റെ പെരുന്നാൾ, ദൈവരാജ്യാനുഭവത്തേക്ക് നയിക്കുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ത്യാഗത്തിൻ്റെ വലിയ അടയാളം ആണ് വാസ്തവത്തിൽ അന്ത്യത്താഴം. ഈ അന്ത്യത്താഴത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ അന്ത്യത്താഴത്തിൽ പങ്കുചേരുന്നതോടുകൂടെ നാം വിമോചിതരാകുന്നു, നാം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെതായ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. We are no longer slaves, my dear friends. അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തലിൻ്റെ തീർച്ചയായും വിമോചനത്തിൻ്റെ ഓർമ്മകൾ മണ്ണിലേൽക്കുമ്പോൾ നാം ഓർക്കണം, മറന്നാൽ ജീവിതത്തിൽ ആലോചിച്ചുകൊണ്ടാകും. When you forget, ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. മഹാത്മാഗാന്ധി വാസ്തവത്തിൽ വിദേശത്ത് പഠിക്കാനായിട്ട് പോകുമ്പോൾ അന്നത്തെ കാലത്ത് വിദേശ യാത്ര എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഇത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വാസ് ട്രാവലിംഗ് ടു ഇംഗ്ലണ്ട് ടു സ്റ്റഡി. തൻ്റെ അമ്മ തൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഈ മകൻ യാത്ര പറയുമ്പോൾ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയോട് പറയുന്നു, മകനെ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. വിദേശത്ത് പോകുമ്പോൾ നീ മറ്റൊരു സംസ്കാരത്തിന്റെ ഭാഗമാകുമ്പോൾ നീ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് നീ കടന്നു പോകുമ്പോൾ നീ ഓർത്തിരിക്കണം, അമ്മയോട് നീ പ്രതിജ്ഞ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറയുകയാണ്, മോഹൻദാസ്, യു മസ്റ്റ് കീപ് അവേ ഫ്രം വൈൻ. മദ്യത്തിൽ നിന്ന് മാറുന്നില്ല. പറഞ്ഞാൽ പാശ്ചാത്യ നാട്ടിലൊക്കെ ഇത് വളരെ സർവ്വസാധാരണമാണെന്നൊക്കെ അമ്മ മനസ്സിലാക്കിയിട്ടാണ്. അതുപോലെ തന്നെ പറഞ്ഞു, യു മസ്റ്റ് കീപ് ദ പ്യൂരിറ്റി ഓഫ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് വിമൻ എന്ന് പറയുകയാണ്. മദ്യം, മദിരാക്ഷി, അത് ക്ലാസിക്കൽ പറഞ്ഞതുകൊണ്ട്. മൂന്നാമത് എന്ത് പറഞ്ഞു ചോദിച്ചാൽ ഈ മാംസം ഭക്ഷിക്കരുത്. ഇത് വാസ്തവത്തിൽ അമ്മയോട് എടുക്കുന്ന ഒരു പ്രതിജ്ഞ എന്ന നിലയിൽ നമ്മൾ കാണുന്നതിനോടൊപ്പം തന്നെ റിമെമ്പർ മോഹൻദാസ് who you are and what you are, wherever you go. ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഓർമ്മകൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം. നാം ആരാണെന്ന്, നാം എങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ അവകാശികളായി മാറി. കാൽവരി ക്രൂശിലെ നിരപരാധിയുടെ രക്തം ചൊരിഞ്ഞതുകൊണ്ട് മാത്രം നാം സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. We have no other claims, my dear friends. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറെ ഒന്നും അവകാശപ്പെടാനില്ല. നമ്മുടെ ജീവിതത്തിന്റെ മാന്യത, നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച, നമ്മുടെ ജീവിതത്തിന് വിലയും നിലയും വന്നത് ഈ കാൽവരി ക്രൂശിലെ മരക്കുരിശിലെ ഇറ്റിറ്റുവീണ രക്തവും ആ രക്തത്തിനായി സമർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ്. Okay. And once you forget, you will lose direction. And you will lose the moorings of your life. അതായത് ജീവിതത്തിൽ ഈ ഓർമ്മകൾ എന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുവോ അവിടെ വികലതകൾ ഉണ്ടാകും. നാം ആരാണെന്ന് നാം മറന്നുപോകും. നമ്മുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാകത്തില്ല. We will be exactly like all the others.
What is the difference? What difference do we make? With all the claims that we have, നമ്മൾ എന്ത് വ്യത്യസ്തരായിട്ട് എങ്ങനെ വ്യത്യസ്ത ജീവിത ശൈലിയുടെ ഭാഗമാകും? ഈ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന വിശ്വാസ സമൂഹമേ, ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് ദൈവമക്കളാക്കിക്കൊണ്ട് ഓർമ്മകളിൽ നിലനിൽക്കുവാൻ നമ്മളെ പഠിക്കുന്നു. So this is all about a meal of memories to inspire you, to transform you, and to make you a people with a difference. രണ്ടാമത്, this is a fellowship meal എന്നിവിടെ പറയുന്നു. ആദ്യത്തേത്, it is a meal of memories and it is a reminder. ഈ fellowship meal എന്ന് പറഞ്ഞ കൂട്ടായ്മയുടെ ഒരു അന്ത്യത്താഴത്തിൽ ഒരുമിച്ചിരിക്കുന്ന ശിഷ്യരോട് നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. കർത്താവ് വളരെ സ്നേഹത്തോടെ പറയുകയാണ്, എൻ്റെ ഉള്ളിലെ വേദന ഞാൻ ഈ കൂട്ടായ്മയുടെ അത്താഴത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. വളരെ ആവർത്തി പറഞ്ഞിട്ടും യേശുവിൻ്റെ പീഡനത്തെയും ക്രൂശമരണത്തെയും മനസ്സിലാക്കുവാനോ യേശുവിൻ്റെ മനസ്സിനൊപ്പം സഞ്ചരിക്കുവാനോ കഴിയാത്ത ശിഷ്യ സമൂഹം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. This fellowship meal is a fellowship meal with lot of sincerity. ആത്മാർത്ഥതയോടുകൂടെ ഒരു കൂട്ടായ്മയുടെ ഈ അത്താഴത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരുവൻ ഒറ്റി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, മറ്റു ശിഷ്യന്മാരും ഓടി മറഞ്ഞു. ഈ ഓർമ്മകളൊക്കെ ഉണർത്തിക്കൊണ്ട് ഇത് നിങ്ങളോട് കൂടെയുള്ള എൻ്റെ അന്ത്യ അത്താഴമാണെന്ന് പറയുകയും അവരുടെ കാലുകൾ കഴുകുകയും നിങ്ങൾ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നെല്ലാം പറഞ്ഞ് ഓർപ്പിക്കുമ്പോഴും വാസ്തവത്തിൽ നാം ഓർക്കേണ്ടത് ഈ പറയുന്ന ശിഷ്യന്മാർ എല്ലാവരും ഓടി മറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന അപകടങ്ങളല്ലേ ഇവിടെ? അക്കാലത്തിൽ താൻ പങ്കെടുക്കുന്നുവെങ്കിലും യേശുവിനെ കാണിച്ചു കൊടുക്കുവാനും തള്ളി പറയുവാനും യേശുവിനെ വിട്ടു മാറിപ്പോകുവാനും ശ്രമിക്കുന്ന ഒരു ശിഷ്യ സമൂഹം. മുന്നറിയിപ്പ് കർത്താവ് നൽകുന്നു. അത് വളരെ പ്രസക്തമാണ്. നമുക്കൊക്കെ ഈ മുന്നറിയിപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് ഈ അന്ത്യത്താഴത്തിലേക്ക് അതിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ മുന്നറിയിപ്പ് നമുക്ക് ആവശ്യമാണ്. കർത്താവിനെ നാം തള്ളി പറയരുത്. കർത്താവിനെ നമ്മുടെ ജീവിതയാത്രയിൽ മാറ്റി നിർത്തരുത് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മയിലാണ് നാം ഒക്കെ വഞ്ചിക്കാനും വഞ്ചിക്കപ്പെടുവാനും ഒറ്റിക്കൊടുക്കുവാനും ഒറ്റപ്പെടുവാനും അടുപ്പങ്ങളൊക്കെ അകലങ്ങളായി മാറുവാനുള്ള സകല സാധ്യതയുമുണ്ട്. സോ ഇറ്റ് ഈസ് എ മൈൻഡ്. മൂന്നാമത്, കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്നു, വാങ്ങി ഭക്ഷിക്കേ. അതും തന്റെ സമർപ്പണത്തിന്റെ അവരോടുള്ള സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കിക്കൊണ്ട് വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരമെന്നും എല്ലാവർക്കും ഇതിൽ നിന്ന് കുടിക്കാൻ അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊല്ലപ്പെടുന്ന എന്റെ രക്തം. ഈ പുതിയ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അപ്പവും വീഞ്ഞും യേശുവിന്റെ മുറുക്കപ്പെട്ട ശരീരത്തിന്റെയും ചൊരിയപ്പെട്ട രക്തത്തിന്റെയും പ്രതീകങ്ങളായി മാറണം. യേശു നമുക്കായി തന്നെ സമർപ്പിക്കും. ഇത് ഒരു നൽകലാണ്. He is giving himself. Can there be a greater love than a friend who is willing to die for you? എന്നാണ് യോഹന്നാൻ ചോദിക്കുന്നത്. തൻ്റെ ഒരു സ്നേഹിതൻ തനിക്ക് വേണ്ടി ജീവനെ നൽകുന്ന സ്നേഹിതന്റെ ആ സ്നേഹത്തെക്കാൾ വലിയ സ്നേഹമുണ്ടോ? അതുകൊണ്ട് ഇതാ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശരീരവും തന്റെ രക്തവും നൽകിക്കൊണ്ട് പറയുന്നു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്കായി നൽകുന്ന എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാകുന്നു. അവിടെ നാം പങ്കാളികളാകും. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ ഭാഗ്യത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തകർക്കപ്പെട്ട ശരീരവും രക്തവും കൈക്കൊള്ളുവാനായി കടന്നു വരുമ്പോൾ CSI സഭയിലാണെങ്കിൽ നമ്മളെ കൈതറിങ്ങനെ ഉയർത്തിയാണ് വാങ്ങിച്ചത്. മർത്തോമാ സഭയിലാണെങ്കിൽ ഇത് വാസ്തവത്തിൽ വായ്പോട്ട് ഇട്ടുകൊടുക്കുകയാണ്. എന്നാൽ CSI ആരാധനയിൽ നമ്മൾ വാസ്തവത്തിൽ ക്രൂശിന്റെ അടക്കം കൈയിങ്ങനെ ഉയർത്തുകയാണ്. ആവശ്യബോധത്തോടുകൂടെ കടന്നു വരികയാണ്.
ഇവിടുത്തെ ശരീരം നിങ്ങൾക്ക് ആവശ്യമാണ്. അതിന് ശേഷം രക്തം പാനം ചെയ്യുമ്പോൾ അവിടുത്തെ രക്തം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇത് നൽകുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, പലപ്പോൾ കണ്ടിട്ടൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, പല സ്ത്രീകളും കണ്ണുനീര് ഒഴുക്കിക്കൊണ്ടാണ് ഈ തിരുവത്താഴത്തിൽ പങ്കുചെയ്തത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പലരെ ഇങ്ങനെ പലരുടെ കണ്ണുനീരൊക്കെ കണ്ടിട്ട് ഞാൻ ആ ഇടവകയൊക്കെ അല്പം അന്വേഷണങ്ങളൊക്കെ നടത്തും. ഈ കഴിഞ്ഞ സ്ത്രീയെ 3 പേരെയൊക്കെ കാണുമ്പോൾ ഞാൻ കഴിയുന്നവരിൽ ഭൂരിഭാഗവും വിധവമാരാണ്. ജീവിതത്തിൽ കൂട്ടും തുണയുമായവർ നഷ്ടപ്പെട്ടു. അവരെ കാണുന്നവരെല്ലാം അവർ ഒറ്റപ്പെടുത്തി കഴിയുകയാണ്. പങ്കാളിയില്ലാത്ത ജീവിതത്തിൽ ഇതാ പങ്കാളിയാകാനായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമാനം എൻ്റെ ശരീരം, എൻ്റെ രക്തം. പേര് എത്ര ശക്തമാണ്. നമ്മളൊരിക്കലും തനിച്ചല്ല, നാം ആരും തനിച്ചു നടക്കേണ്ടതല്ല. ഈ അത്താഴത്തിൻ്റെ ഓർമ്മകളിൽ കൂടെ, ഈ അത്താഴത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിലൂടെ, ഈ അത്താഴത്തിൻ്റെ അർത്ഥവും അതിൻ്റെ മാനങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും, ഏകാന്തതകളിലും, നമ്മുടെ നിരാശകളിലും, നമ്മുടെ തകർച്ചകളിലും, നമ്മുടെ പരാജയങ്ങളിലും, പ്രിയപ്പെട്ടവരെ, there is only one table in the world towards which everyone is welcome. Every single one is welcome. ഒറ്റ മേശയോട് പേര് ആർക്കും വന്ന് സ്വീകരിക്കത്തക്കവണ്ണമുള്ള മേശ. ആവശ്യബോധത്തോടുകൂടി വേണം. മറ്റ് പല മേശകളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് പ്രത്യേകമായ ഓണർ വേണം, സ്പെഷ്യൽ ഇൻവിറ്റേഷൻ വേണം. But this is a table from which the invitations comes from not necessarily അച്ഛൻസ് അല്ല. നമ്മളെ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, പല പള്ളികളിലൊക്കെ കേട്ടിട്ടുള്ളത്, വിവരം കേട്ടിട്ടുണ്ട്. അതായത് ഒരു അച്ഛനോട് പ്രയാസമുണ്ടെങ്കിൽ ചിലർ പറയും, നമ്മുടെ വിശ്വാസികളായിട്ടുള്ളവർ പറയുന്ന, ഇനി ഈ അച്ഛൻ പോകാതെ ഞാൻ കുർബാനയുണ്ട്. കുറിച്ച് പറയും, അച്ഛനാണോ ഈ വിശുദ്ധ സംസർഗം? അച്ഛൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഒരു ദാസനായി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വിശുദ്ധ മേശ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേശയാണ്. This is the table of the Lord. This is the Lord's table. And who is inviting us to this table? It is the Lord Jesus Christ who was crucified, died and risen for us. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ആഹ്വാനം ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിങ്ങളുടെ ജീവൻ ആവശ്യമാണ്. ആവാന്ധകാലത്തിൽ നിന്നുള്ള വിടുതല്, ഓർമ്മപ്പെടുത്തലുകൾ ജീവനിലേക്ക് നയിക്കുവാൻ നമുക്ക് സാക്ഷാൽ പാനീയമായ അപ്പവും വീഞ്ഞും നൽകുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ വ്യക്തിപരമായി അറിയുന്നുണ്ട്. It is not a theory. It is not a ritual. It is a relationship. ആ റിലേഷൻഷിപ്പാണ് തന്റെ കാണിച്ചത്. അതുകൊണ്ടാണ് തന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കാല് പോലും താൻ കഴിയത്. ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പ്രകടനം. ഈ സ്നേഹത്തിന്റെ ബന്ധത്തിലേക്ക് കടന്നുവരും. മറക്കാതെ സാക്ഷാൽ പാനീയവും ഭക്ഷണവുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളെ പ്രാപിച്ചുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് ജീവനിലേക്കും നിത്യജീവനിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.